വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവാവിനെയും യുവതിയെയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. കാസർഗോഡ് പൂച്ചക്കാട്ടെ പി അനുശ്രീ, ഇരിട്ടി വിളമന അമ്പലത്തട്ടിലെ വി അമൽ എന്നിവരാണ് മരിച്ചത്. അനുശ്രീ കർണാടകയിലെ ഹുൻസൂരിലും അമൽ എറണാകുളത്തും സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. അനുശ്രീയെ ഹുൻസൂരിലെ താമസ സ്ഥലത്തും അമലിനെ എറണാകുളത്തെ ഹോട്ടൽ മുറിയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും വിവാഹം ഡിസംബർ 26-ന് നടക്കാനിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി വരെ അനുശ്രീ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. ഈ സമയത്ത് അമൽ ഫോണിൽ സംസാരിച്ചിരുന്നതായി രാത്രി സഹോദരി വിളിച്ചപ്പോൾ അനുശ്രീ പറഞ്ഞിരുന്നു. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. രാവിലെ വീട്ടുകാർ പലതവണ വിളിച്ചിട്ടും അനുശ്രീ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിളിച്ച് പറഞ്ഞു. ഇവർ ചെന്ന് നോക്കിയപ്പോഴാണ് അനുശ്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹുൻസൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച വൈകിട്ടോടെ പൂച്ചക്കാട്ടെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. SBI MG റോഡ് ശാഖയിലെ ജീവനക്കാരായ അമൽ സുഹൃത്തുക്കൾക്കൊപ്പം പാലാരിവട്ടത്താണ് താമസിച്ചിരുന്നത്. അനുശ്രീ മരിച്ചതറിഞ്ഞ അമൽ ബുധനാഴ്ച രാവിലെ 8:45-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് അതിനുശേഷമാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചത്. തന്റെ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് അവർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അമലിനെ കണ്ടെത്തിയത്. എറണാകുളം നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. എന്തായാലും നാടിനെയും ഇരു കുടുംബങ്ങളെയും ഒരുപോലെ കണ്ണീരിൽ ആഴ്ത്തിയാണ് പ്രതിശ്രുത വധുവും വരനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയത്. കാസർഗോഡ് പൂച്ചക്കാട് കിഴക്കേക്കരയിലെ ഗ്യാസ് ഏജൻസി ഉടമ തയ്യിൽ വീട്ടിൽ K ചന്ദ്രന്റെയും റീനയുടെയും മകളും കർണാടകയിലെ മൈസൂരുള്ള ഹുൻസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് ജീവനക്കാരിയുമാണ് പി അനുശ്രീ. ഈ ദുരന്ത വാർത്തയുടെ ആഘാതത്തിൽ നിന്ന് ബന്ധുക്കളും സഹപ്രവർത്തകരും ഇതുവരെ മുക്തരായിട്ടില്ല. ഇന്നലെ രാത്രിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഹുൻസൂരിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ച് അനുശ്രീ പ്രതിശ്രുത വരനായ അമലിനെ വീഡിയോ കോൾ ചെയ്ത ശേഷമാണ് തൂങ്ങി മരിച്ചത്. ഇരുവരും തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദമുണ്ടായിരുന്നു. തുടർന്ന് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഡിസംബർ 26-ന് വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുവരും തമ്മിൽ എന്തോ വിഷയത്തെ ചൊല്ലി തർക്കമുണ്ടായി. ഈ തർക്കത്തിന് പിന്നാലെയാകാം വൈകാരികമായ തീരുമാനത്തിലേക്ക് അനുശ്രീ എത്തിയത് എന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. അനുശ്രീയുടെ മരണ വിവരമറിഞ്ഞ് കൊച്ചി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടൽ മുറിയിലാണ് ആത്മഹത്യ ചെയ്തത്. അനുശ്രീയുടെ വേർപാടിൽ തകർന്നു പോയ അമൽ ആ വേദന താങ്ങാനാകാതെയാണ് അതേ വഴി തെരഞ്ഞെടുത്തതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. എന്തായാലും വിവരമറിഞ്ഞതിനെ തുടർന്ന് അമലിന്റെ ബന്ധുക്കൾ എറണാകുളത്തേക്ക് വന്നു. കർണാടക ഹുൻസൂരിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അനുശ്രീയുടെ ഭൗതികദേഹം വൈകിട്ടോടെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു.